मेरे प्यारे बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് നമ്മുടെ പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പബ്ലിക് പരീക്ഷയിൽ നമുക്ക് ചോദിക്കുന്ന ഒരു ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ കണ്ടേക്കാം സഹി മിലാൻ കരെ ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം യോജിപ്പിക്കണം അതായത് മാച്ച് ദ ഫോളോയിങ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കോളം എൻ്റെ മക്കൾക്ക് കാണാം ഏതൊക്കെ കോളമാണ് കാണുന്നത് എ കോളവും അതേപോലെ ബി കോളവും അപ്പോൾ എ കോളം എന്താണ് അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കോളം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കോളവും നമ്മൾ കൃത്യമായി ആദ്യത്തെ മിനിറ്റുകളിൽ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എ കോളം നമ്മൾ നോക്കുകയാണ് ഏക്ക് എന്നുണ്ട് ദോ എന്നുണ്ട് തീൻ എന്നുണ്ട് ചാർ എന്നുണ്ട് പാഞ്ച് എന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ എന്താണത് ഏക് ദോ തീൻ ചാർ പാഞ്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അപ്പോൾ ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാണ് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് തീൻ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ചാർ എന്ന് പറഞ്ഞാൽ നാലാണ് പാഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഇതെൻ്റെ മക്കൾക്ക് കണ്ടെത്താനും ഐഡന്റിഫൈ ചെയ്യാനും യാതൊരു പ്രയാസവും ഇല്ലല്ലോ അപ്പോൾ ആദ്യ കോളം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പിന്നെ രണ്ടാമത്തെ കോളത്തിൽ എന്താണ് സംഭവം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എത്തരത്തിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ എണ്ണി നോക്കുക ആദ്യം നക്ഷത്രം കാണുന്നുണ്ട് അല്ലേ സിത്താരെ സ്റ്റാർ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക ഒരു സ്റ്റാർ ഉണ്ട് രണ്ട് സ്റ്റാർ ഉണ്ട് അപ്പോൾ ദോ സ്റ്റാർ അല്ലേ അപ്പോൾ എന്താണ് രണ്ട് സ്റ്റാർ ആണ് അപ്പോൾ നേരെ നമ്മൾ രണ്ടിലേക്കാണ്ട് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ രണ്ട് എഴുതി കൊടുക്കുക അതിൻ്റെ നേരെ ഇത്തരത്തിൽ എഴുതി കൊടുക്കുക ഇവിടെ എന്താണ് ദോ എന്നാകുന്നു എളുപ്പല്ലേ അത് നമ്മൾ കണ്ടെത്തി ഇനി അടുത്തത് എന്തോ കാണണ്ട ആപ്പിൾ കാണുന്നുണ്ട് അപ്പോൾ എണ്ണി നോക്കുക ഏക്ക് ആപ്പിൾ ദോ ആപ്പിൾ തീൻ ആപ്പിൾ ചാർ ആപ്പിൾ പാഞ്ച് ആപ്പിൾ അപ്പൊ ആപ്പിൾ നമ്മൾ എന്ത് പറയും സേബ് എന്ന് പറയും അപ്പൊ പാഞ്ച് എവിടെടാ ഏറ്റവും ലാസ്റ്റ് അപ്പൊ ഇതിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുന്നു നമ്മൾ ഇതേപോലെ എഴുതിയും കൊടുക്കുന്നു എന്താണ് പാഞ്ച് അപ്പൊ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഫുട്ബോൾ കാണുന്നുണ്ട് ഫുട്ബോൾ അല്ലേ നമ്മുടെ ഇമോജിയാണ് അപ്പൊ അത് നമ്മൾ കണ്ടു അത് ഒറ്റ ഒന്നേ ഉള്ളൂ നല്ല വലിയ മത്തങ്ങ പോലുള്ള ഒരു ബോൾ ഫുട്ബോൾ അല്ലേ അതും നമ്മൾ കണ്ടു അപ്പൊ ഇത് ഏക്കാണ് നേരെ ഇതിലേക്കാണ് വരച്ചാൽ മതി ഒന്നല്ലേ അത് എളുപ്പത്തിൽ നമുക്ക് ആർക്കും കണ്ടെത്താം അതിന്റെ നേരെ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക ഏക്ക് കണ്ടോ ഒന്ന് ഇനി നമുക്ക് കാണുന്നത് സുന്ദരന്മാരും സുന്ദരികളായ കാറ്റിനെ കാണാം ബില്ലിയെ കാണാം പൂച്ചകൾ അത് എത്ര എണ്ണി നോക്കുക ഏക് ദോ തീൻ അപ്പൊ നമ്മള് മൂന്നിന്ന് നേരെ ഇതിലേക്ക് വരച്ചു കൊടുക്കുന്നു തീൻ അല്ലേ അപ്പൊ അത് എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു തീൻ നേരെ എഴുതി കൊടുക്കുന്നു അപ്പൊ അതും ആയോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് ഏതാ പിന്നെ നമുക്ക് ഇനി അറിയില്ലെങ്കിൽ പോലും അവസാനം വരുന്ന മാച്ച് ചെയ്താൽ മതി എന്നാൽ നമ്മൾ എണ്ണി നോക്കുക നമുക്കറിയാം ഏക് ദോ തീൻ ചാർ നാല് നമ്മൾ എണ്ണി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ ഇതിലേക്ക് വരച്ചു ചാർ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു നേരെ എന്ത് ചെയ്യാണ് അത് ഇതിലേക്ക് എഴുതി കൊടുക്കുന്നു കണ്ടോ അപ്പൊ അതും നമുക്ക് കിട്ടി അപ്പം ദോ നക്ഷത്രങ്ങളാണ് രണ്ട് നക്ഷത്രങ്ങളാണ് 5 ആപ്പിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഫുട്ബോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി 3 പൂച്ചകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി 4 പൂക്കളുണ്ട് എന്നും മനസ്സിലാക്കി ഇത്തരത്തിൽ സിമ്പിളായിട്ട് എൻ്റെ മക്കൾ ഈ വരുന്ന പരീക്ഷയിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാച്ച് ദ ഫോളോയിങ്ങിന് നിങ്ങളെ കാത്തിരിക്കുന്നു 5 മാർക്ക് അഥവാ 5 മാർക്ക് ഈ ആക്ടിവിറ്റി സിമ്പിളായിട്ട് എൻ്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചോ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പരീക്ഷയിൽ സിമ്പിൾ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ സാറേ ഞങ്ങൾ എഴുതും എന്നുള്ള ആളുകളൊക്കെ ആ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളുടെ എഴുതും എന്നുള്ള പ്രതീക്ഷ ലൈക്കുകളെല്ലാം ഒക്കെ ഒന്ന് കാണിച്ചേടാ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കിട്ടട്ടെ 5 മാർക്ക് അപ്പൊ നിങ്ങളുടെ സ്വന്തം മനസ്സാറാണ് അഗ്ല വീഡിയോ മേ ഫിർ മിലേഗാ സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ